ഇന്ന് കുറച്ച് നേരം വൈകിയൊരു ദിവസമായിരുന്നു കേട്ടോ. നേരം വൈകിയെന്ന് വെച്ചാൽ ഞാൻ സുബഹി നിസ്കരിച്ച് 4:30 എണീച്ച് സുബഹി നിസ്കരിച്ച് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എന്നോട് 8:30 ആയിപ്പോയി എണീക്കാൻ. ഇന്ന് സ്കൂളില്ലായോ, ക്ലാസ്സില്ലാത്തതിനെ കൊണ്ടാണ് കേട്ടോ അങ്ങനെ കിടന്നത്. അപ്പോൾ 8:30 ആയിപ്പോയി, എന്നോട് ഉറങ്ങിപ്പോയി കേട്ടോ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയില്ല, ഞാൻ ഗുളിക കുടിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഗുളികൻ്റെ ക്ഷീണം കൊണ്ടാണോ ഉറങ്ങിയത് എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ എണീറ്റ് വന്ന് വേഗത്ത് കഴിയുന്ന പരിപാടിയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ഈ അരിപ്പത്തിരി രേഷം ചുട്ട് വെച്ചിട്ടുണ്ട്. രേഷം മതിയല്ല, നമ്മൾ 3 ആളാണേ. ഞാൻ വേഗം തന്നെ മുട്ട ചിക്കിയെടുത്ത് പിന്നെ തിരുമ്പാനുള്ള മെഷീൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടോ. നമ്മൾ പത്തിരി ചുടുന്ന സമയത്ത് തന്നെ തിരുമ്പൽ കഴിക്കും, അതിനെ കൊണ്ട് എളുപ്പമാണ്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പണിയും കഴിയും, ഈ ഒരു പണിയും കഴിയും കേട്ടോ. പിന്നെ വെള്ളങ്ങളൊക്കെ ഞാൻ കല്ലുമ്മലിട്ടിട്ടാണ് കേട്ടോ തിരുമ്പുക. പിന്നെ നമ്മുടെ പത്തിരി പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുട്ട ചിക്കിയതും അരിപ്പത്തിരിയാണ് കേട്ടോ. എളുപ്പമാണല്ലോ അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതാ നമ്മൾ ആക്കിയെടുത്ത ഭാഗത്തൊക്കെ ലേശം എണ്ണയൊക്കെ തെറിച്ച് കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്, എണ്ണയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്യൽ. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ, നമ്മളെ ലിക്വിഡിൻ്റെ പാത്രമാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ സോപ്പിൻ്റെ വെള്ളമോ എന്തെങ്കിലും ഒരു വെള്ളം ലിക്വിഡാക്കി വെക്കും കേട്ടോ. എന്നിട്ട് നല്ലൊരു മണമുള്ള എന്തെങ്കിലും അതിലൊഴിച്ചിടും. നമ്മളെ കയ്യിലിപ്പോൾ എയർ ഫ്രഷിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അതിലൊഴിച്ച് വെക്കും. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ മുളകൊക്കെ ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. അതുപോലെ തുടച്ചെടുക്കുക വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അന്നേരമുള്ള ക്ലീനിങ് അടക്കാം. ഈ തലേന്ന് നമ്മൾ ക്ലീനാക്കിയൊക്കെ കിടക്കുന്നതിന് കൊണ്ട് തന്നെ അത്ര വലിയ നീറ്റാക്കി ഇടാനൊന്നും ഉണ്ടാകില്ല കേട്ടോ. ചെറുങ്ങനെ എന്തായാലും നമ്മൾ ഉള്ളിയൊക്കെ താളിക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിക്കില്ല. അപ്പോൾ ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ, ഇതേപോലെ ഇട്ടിച്ചിട്ട്. അപ്പോൾ ഇത് ബനിയൻ ക്ലോത്തിൻ്റെ എൻ്റെ മോളെ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ തുടച്ചെടുക്കുക ചെയ്യുന്നത്. ചില തുണികളൊക്കെ തുടച്ചാൽ പെട്ടെന്ന് പോരും കേട്ടോ. ചില കോട്ടൺ തുണികളൊക്കെ ആകുമ്പോൾ നമുക്ക് തുടച്ചാൽ കിട്ടാത്ത പോലെയൊക്കെ തോന്നി. അപ്പോൾ ഇതേപോലത്തെ തുണിയൊക്കെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു തുണി എന്ന് വെച്ചാൽ നമ്മളെ ബനിയൻ ക്ലോത്തിൻ്റെ ആണ് കേട്ടോ. അപ്പം നല്ല സുഖമാണ് തുടച്ചെടുക്കുക. അപ്പോൾ തലേന്ന് ഞാൻ മടക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണേ. ഇനിയിപ്പോൾ ഞാൻ തലേന്ന് തിരുമ്പി കൊണ്ടുവന്നിട്ടേം പാടും ഞാൻ ഇതൊക്കെ മടക്കി വെക്കും കേട്ടോ. പിന്നെ എടുത്ത് വെക്കുന്ന പരിപാടി പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. ഇനി ഇതാ നമ്മളെ നിയോക്കുട്ടിയാണ്. നിയോക്കുട്ടി ഫുഡിന് വന്നിട്ട് ഫുഡും കഴിച്ച് വന്ന് കിടക്കാന്ന് മൂപ്പത്തിനെ കൂട്ടിലിടുന്ന. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തുറന്നാടട്ടെ കൂട്ടോ. അപ്പം പിന്നെ എൻ്റെ വയ്യ തന്നെ ഇങ്ങനെ നടക്കും, മ്യാവും മ്യാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. ഭയങ്കര സ്നേഹമാണ് മൂപ്പത്തിക്ക്. ഇല്ല ഇല്ല ചട്ടിപ്പത്തിരി ചുടുന്ന ചകപോകൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞേരം ഞാൻ ചട്ടിപ്പത്തിരിൻ്റെ പണിയിലാണ്. ഇതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാനുള്ളൊരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ, പുറത്തേക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. എൻ്റെ കസിന് ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ മാതിരി ഒന്ന് ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അട്ടിയിട്ടാണ് പരത്തുന്നത്, തൊലിയിട്ടോ. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അട്ടിയിട്ട് നേരം നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് വേറൊരു ചാനലുണ്ട്, അതിലിട്ടിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പരത്തുന്ന വീഡിയോ കാണേണ്ടിയുണ്ടെങ്കിൽ അതിൽ പോയി കണ്ടാൽ മതി. ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു ചട്ടിപ്പത്തിരി ഓവൻ്റെ അകത്താണ് ചുട്ടെടുക്കുന്നത്. എളുപ്പമാണ് ഓവൻ്റെ അകത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമൊന്നും എനിക്കറിയില്ല അതിനോട്ട് ഓവൻ്റെ അകത്ത് ചൂടാന്നൊന്നും. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ ഓവൻ്റെ അകത്ത് ചൂടാന്ന്. പിന്നെ ഞാൻ എപ്പോഴും ഓവൻ്റെ അകത്തേക്കാണ് ഇട്ട് കൊടുക്കുക. എളുപ്പമാണ് നമുക്ക് ഓവൻ്റെ അകത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും ലൈക്ക് അടിച്ചിട്ട് പോവണേ. ലൈക്ക് അടിക്കാൻ മറന്നു പോവല്ലേ, പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ആരും ലൈക്ക് അടിച്ചിട്ടില്ല, എന്താണെന്ന് എനിക്കറിയാം. വീഡിയോ ഇഷ്ടപ്പെടായിട്ടൊന്നും അതൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരിയൊക്കെ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മറ്റേ ചാനലുണ്ട്, കാണേണ്ടിയോലൊന്ന് പോയിട്ട് കാണണം കേട്ടോ.
ഉച്ചക്ക് പിന്നെ മക്കൾക്ക് ചെറുപയർ ചോറിൻ്റെ വിശേഷമാണ് കേട്ടോ. ഞാൻ വേറെ ഒന്നും ആക്കിയില്ല, ചെറുപയർ ചോറ് എളുപ്പ പണിയെടുത്ത് വെച്ചിട്ടാ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, സ്കൂളിൽ നിന്നൊക്കെ തിന്നുന്നതിനെ കൊണ്ടാണെന്നൊന്നും അറിയില്ല, നമുക്ക് ഓരോ ഇഷ്ടമല്ലേ, നമുക്കും എനിക്കൊക്കെ എന്തെങ്കിലും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചെറുപയർ ചോറ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തരും ഐറ്റങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.